ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അതായത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു സിംഗിൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാൻ റിമൂവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ആയിരിക്കും, അങ്ങനെ ഒരു സിംഗിൾ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറ്. പക്ഷെ ഇന്നത്തത് ഓക്കെ പറയുമ്പോൾ സിംഗിൾ ടോപ്പിക് ബ്രൈഡൽ കെയർ അല്ലേ, സിംഗിൾ ടോപ്പിക് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഓരോ ബ്രൈഡ്സിനും ഓരോ സ്കിൻ ടൈപ്പാണ്. ഈ ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ സ്കിൻ കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം അഡ്രസ് ചെയ്ത് വരുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു ടോപ്പിക് ആയിരുന്നു. എനിക്കറിയില്ല ഈ വീഡിയോ എത്ര മിനിറ്റ് ഒന്ന് കാണുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങോട്ട് പറയുകയാണ്, ഞാൻ ഓൾമോസ്റ്റ് A to Z എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ഓക്കെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. എല്ലാ ബ്രൈഡ്സിനും ആ ഒരു ബിഗ് ഡേ എന്നുള്ള ആ ബ്രൈഡൽ ഗ്ലോ ഇല്ലേ, അത് വരാനായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സ്ട്രെസ് കുറച്ച് വെക്കുക. ഓക്കെ, സ്ട്രെസ് കുറച്ച് വെക്കുക, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കോ സ്ട്രെസ് ഒക്കെ നമ്മളെ കയ്യിലാണോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടെങ്കിൽ പോലും, ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 15 മിനിറ്റ് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യണം. യൂട്യൂബിൽ കയറിയിട്ട് ഗൈഡഡ് മെഡിറ്റേഷൻ സെർച്ച് ചെയ്യുക, ഇഷ്ടംപോലെ വീഡിയോസ് വരും. അതിൽ നിങ്ങൾക്ക് ഓക്കെ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു വീഡിയോ എടുക്കുക. എല്ലാ ദിവസവും സെയിം വീഡിയോ കേട്ടാലും മതി. ഇനിയിപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് ആവശ്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് വരുന്നുണ്ട്, 9 മണിക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നേരത്തെ പ്ലാൻ ചെയ്യുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മുന്നേ എഴുന്നേക്കുക. എന്നിട്ട് ഈ പരിപാടി ഒന്ന് ചെയ്യുക. ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു കുപ്പി വെള്ളം നിങ്ങളെടുത്ത് വെച്ചേക്കുക. നിങ്ങളടുത്ത് 1 ലിറ്റർ വെള്ളം. ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ആ ഒരു കുപ്പി വെള്ളം കൂടെ കുടിച്ച് തീർക്കുക. ഇത് ഡെയിലി നിങ്ങളുടെ ഒരു റുട്ടീനായിട്ട് ഒരു 21 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് അത് നിങ്ങൾക്ക് ഒരു റുട്ടീനായി. നിങ്ങൾ കണ്ടിന്യൂസ് ഇത് ചെയ്യാൻ നോക്കുക. ഇത് നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് വരുമ്പോൾ ഉള്ളൊരു ഗ്ലോ ഉണ്ട്, അത് വരാൻ വേണ്ടി ഈ സംഭവം നല്ലോണം ഹെൽപ്പ് ചെയ്യും. ദയവായി ഇത് ചെയ്യുക. ഇതിന്റെ കൂടെ ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ. സോ അത്രേ ഉള്ളൂ. ആൻഡ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ താങ്ക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടല്ലോ. മനുഷ്യ ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ബ്രൈഡൽ ഗ്ലോ അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഇന്റേണലി നമ്മൾ കുറെ കാര്യം ചെയ്യണം, ഒന്ന് എക്സ്റ്റേണലി കുറെ കാര്യം ചെയ്യണം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇന്റേണലി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ ഈ റെസിപ്പീസ് ഒന്നും അല്ല പറയാൻ പോകുന്നത്, കാരണം റെസിപ്പീസ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, ചിലർക്ക് അത്രയും മെനക്കെടാൻ സമയം ഉണ്ടാവില്ല. ചിലർക്ക് ഇപ്പം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു വീട്ടിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം അതെല്ലാം കൂടി പർച്ചേസ് ചെയ്ത് ഓരോ റെസിപ്പി അനുസരിച്ച് പർച്ചേസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കുറെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും പറയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബുക്കും പേനയും എടുത്ത് വെക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിക്കുക. ഞാൻ ഇതിൽ പറയുന്ന ഒന്നും ഭയങ്കര ആനയായിട്ടുള്ള ഒരു സാധനവും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. എല്ലാം നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഇത് കേട്ടിട്ട് അയ്യോ ഭയങ്കര ഹെക്റ്റിക്കാണ് എന്ന് ഫീൽ ചെയ്യില്ല. എങ്ങനെയെങ്കിലും ഈ സാധനങ്ങൾ അകത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, ഓക്കെ ഇന്റേണലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത്. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുക, ഹൈഡ്രേഷൻ കൂട്ടുക, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക, ആൻഡ് പിഗ്മെന്റേഷൻ റിഡക്ഷൻ. ഇത്രയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടി, പിഗ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഒന്ന്, നെല്ലിക്ക, നമ്മൾ ആംലയില്ലേ, അത് കുറച്ച് വാങ്ങിച്ച് വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തേൻ നെല്ലിക്കയായിട്ട് അങ്ങനെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ നെല്ലിക്ക ഒരു ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കാൻ നോക്കുക, നല്ലതാണ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു പേരയ്ക്ക കഴിക്കുന്നത്. പേരയ്ക്ക ഞാൻ പറയുന്ന ഈ തായ്ലൻഡ് പേരയ്ക്കൊക്കെ കുറേ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ടും ബെനിഫിഷ്യലായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാടൻ പേരയ്ക്ക വാങ്ങിക്കാൻ കിട്ടും. കാണാൻ വലിയ ചന്തമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. നാടൻ പേരയ്ക്ക വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാം. വലിയ വിലയൊന്നും ആവില്ല. എനിക്ക് തോന്നുന്നു നാടൻ പേരയ്ക്കൊക്കെ ഭയങ്കര വില കുറവാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് വെക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് നിങ്ങൾക്ക് വെറുതെ ഈ ക്യാരറ്റ് വെറുതെ അരിഞ്ഞ് എല്ലാ ദിവസവും ഒരു ക്യാരറ്റ് തിന്നാൻ എന്താ പാട്. അല്ലെങ്കിൽ ബീട്രൂട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യുക. പൊമഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ, മാതളം അതുണ്ടെങ്കിൽ അത് ഒരു മാതളം ഫുൾ പൊളിച്ച് അതിടുക. ഒരു 2 സ്കൂപ്പ് യോഗേർട്ട് ഒഴിക്കുക, കുറച്ച് ഉപ്പിടുക, ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കും. അടിപൊളി സാലഡാണ്. ഇതൊരു ആഴ്ച 3 ദിവസം കഴിക്കുന്നത് നല്ലതാണ്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ പപ്പായ നല്ല സാധനമാണ്, പൊമഗ്രാനൈറ്റ് നല്ലതാണ്. പിന്നെന്താണ്, ഓറഞ്ച്, മൊസാമ്പി, ലെമൺ
ഇതൊക്കെ നമുക്ക് വിറ്റമിൻ സി തരും. ഇതിനേക്കാളും വിറ്റമിൻ സി പേരയ്ക്ക വഴി കിട്ടും. പക്ഷെ ഇതും നിങ്ങൾക്ക് കഴിക്കാം. ഓറഞ്ച്, മുസാമ്പി, ലൈം, ഈ വക സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാം. പിന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറീസ് വാങ്ങിക്കുന്നത് നല്ലതാണ്. സ്ട്രോബെറി, ബ്ലൂബെറി, ഇതെല്ലാം നല്ലതാണ്. ഒരു ബ്ലൂബെറിയൊക്കെ ഒരു പാക്കറ്റ് കിട്ടുമ്പോൾ ആ ഒരു പാക്കറ്റ് 8 ദിവസം തിന്ന് തീർക്കരുത്. ഒരു ദിവസം ഒരു 5 to 8 ബ്ലൂബെറീസ് കഴിക്കാൻ നോക്കുക. ഓക്കെ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടി വാങ്ങിക്കേണ്ടത്. അത്രയല്ലേ ഉള്ളൂ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബെറീസ്, പപ്പായ, ഓറഞ്ച്, ഗുവാവ, അമല എല്ലാം പറഞ്ഞില്ലേ ഞാൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വൈകിട്ടൊരു 5 മണി സ്നാക്സ് ഒക്കെ ഇല്ലേ, അതായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചാൽ മതി. അതെങ്ങനെ കഴിക്കണമെന്ന് അറിയാമോ? സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിയിട്ട് വേവിക്കാണ്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ വീട്ടിൽ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ എനിക്കൊന്ന് സെറ്റ് ചെയ്താന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ. അപ്പോൾ അതൊന്ന് ആവി പുഴുങ്ങിയിട്ട് നിങ്ങൾ കുറച്ചൊരു ഓയിൽ, അല്ലെങ്കിൽ ഈ മുളകും എണ്ണയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി ഇല്ലേ നമ്മളിൻ്റെ കൂട്ടിന്, അതും കൂട്ടി കഴിക്കണം. ഇത് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ടാവുക. വിറ്റമിൻ എ അബ്സോർപ്ഷൻ നല്ല രീതിയിലുണ്ടാവും. അടിപൊളിയാണ് സ്കിന്നിന് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. വാങ്ങിക്കാൻ ഒരു പാടുമില്ല. ഇത് വാങ്ങിക്കാം. ഇതാണ് നിങ്ങളുടെ സ്കിൻ ഗ്ലോയ്ക്കുള്ളത്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ കൊളാജൻ ബൂസ്റ്റേഴ്സിനെ പറ്റിയാണ്. കൊളാജന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് ബോൺ ബ്രോത്ത് ആണ്. ബോൺ ബ്രോത്തിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ എടുത്ത് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. ഒരു പാടുമില്ല അതുണ്ടാക്കാൻ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച 1-2 ആഴ്ചയ്ക്ക് അത് സുഖമായിട്ട് ഫ്രിഡ്ജിലിരിക്കും. എല്ലാ ദിവസവും ഒരു സ്കൂപ്പ് എടുക്കുക, വെള്ളം ഒഴിക്കുക, ചൂടാക്കുക, അതങ്ങോട്ട് കുടിക്കുക. ഇത് അങ്ങനെ ഒറ്റ ദിവസത്തെ മെനക്കേട്, ഒരേ ഒരു ദിവസത്തെ മെനക്കേട്. ആ ദിവസം മെനക്കെട്ടാൽ നിങ്ങളുടെ സ്കിൻ ഭയങ്കര പ്ലംപി ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ആദ്യത്തെ ബോൺ ബ്രോത്ത് ആണ്. നിങ്ങൾക്ക് പ്രോട്ടീൻ നിങ്ങളുടെ ഡെയിലി മീലിൽ എല്ലാ മീലിലും ഇൻക്ലൂഡ് ചെയ്യുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ, ഉച്ചയ്ക്ക്, വൈകിട്ടല്ല രാത്രി ഡിന്നറിൽ, ഈ 3 മീലിലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരും. പിന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഈ മത്തി, അയല പോലുള്ള മീനുകളില്ല, അങ്ങനത്തെ മീനുകൾ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. നട്ട്സായിട്ട് ആൽമണ്ട്സും വാൾനട്ടും, ഇത് ഇത്രയും കഴിക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എഗ്സ്, ചിക്കൻ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുക അത് വാങ്ങിക്കുക. ഫിഷിൽ നിങ്ങൾക്ക് മത്തി വാങ്ങിക്കാം, അയല വാങ്ങിക്കാം. സാമൺ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സാമൺ വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മത്തിയും അയലയും ചെറിയ മീനുകൾ നല്ലതാണ്. അപ്പോൾ അത് കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ബോൺ ബ്രോത്ത് ഉണ്ടാക്കി വെക്കുക. അത് സ്റ്റോർ ചെയ്ത് വെക്കാം. 2 ആഴ്ചയൊക്കെ ഇരിക്കും. സുഖമായിട്ട് അത് കഴിക്കാൻ പറ്റും. അത് കൂട്ടുക. പിന്നെ നിങ്ങൾക്ക് പംകിൻ സീഡും നട്ട്സായിട്ട് ആൽമണ്ടും വാൾനട്ടും, അത് കഴിയും. ഇനി അടുത്ത ഹൈഡ്രേഷന് വേണ്ടി ആലോചിക്കുമ്പോൾ നമുക്ക് ഹൈഡ്രേഷൻ എന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ഓർമ്മ വരും? അതെല്ലാം ക്യൂക്കമ്പർ, വാട്ടർമെലൺ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, കരിക്ക് വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾക്ക് ആഷ് ഗാർഡ് ഇല്ലേ, നീലത്തിന് പച്ച കളറിനെ ഇവിടെ ആഡ് ചെയ്തേക്കാം. ആ സാധനം ജ്യൂസ് അടിച്ച് എല്ലാ ദിവസവും രാവിലെ കുടിക്കാൻ വെയിറ്റ് ലോസിനും ഭയങ്കര നല്ലതാണ്. നിങ്ങളുടെ സ്കിൻ ഗ്ലോയ്ക്ക് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗട്ട് നേരെയാക്കാൻ വേണ്ടിയും ഈ ആഷ് ഗാർഡ് ജ്യൂസ് ഭയങ്കരമായിട്ട് ബെനഫിഷ്യലാണ്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഇനി എന്താ പറയാനുള്ള? ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ആക്നി. അപ്പം നിങ്ങൾക്ക് ആക്നി ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻസ്, ബോഡിയിൽ ഇൻഫ്ലമേഷൻസ്, വേണ്ടാത്തൊരു തരം സ്വെല്ലിങ്, നിങ്ങൾക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല പക്ഷെ ഒട്ടാകെ നിങ്ങളിങ്ങനെ വീർത്തിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് ടേമറിക്ക്, മഞ്ഞൾ എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇടുക. 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക. നല്ല രീതിയിൽ തിളപ്പിച്ച് അതൊരു ചായ പോലെ, നമ്മൾ ചായ കുടിക്കില്ല അതുപോലെ തിളപ്പിച്ചിട്ട് അരിച്ച് അതിൽ ഒരു 1/2 ലെമണും കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ട് അത് കുടിക്കുക. അത് നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഗ്രീൻ ടീ നല്ലതാണ്. കെമോമൈൽ ടീ നല്ലതാണ്. ബ്ലൂ പീ ടീ നല്ലതാണ്. ഇതിപ്പോൾ ബ്ലൂ പീ ടീ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഒരു ടീ ഇടാൻ വലിയ പാടൊന്നുമില്ലല്ലോ, അത് ചെയ്യാം. കെമോമൈൽ ടീ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് നിങ്ങൾ നോക്കുക, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഗ്രീൻ ടീ നല്ലതാണ്. ഗ്രീൻ ടീ ടേസ്റ്റ് ഒന്നും കാണില്ല, പക്ഷെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കല്യാണം കഴിയണവരെങ്കിലും കഴിക്കണം, നല്ലതല്ലേ. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ബ്രോക്കലി, സ്പിനാച്ച്, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ഫുഡിൽ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഇത് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് കഴിക്കാൻ നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിമ്പിൾ റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത്, ചായ ഞാൻ കുടിക്കാറില്ല, കാപ്പി ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ടേമറിക് ടീ ആണ് കുടിക്കുന്നത്. ടേമറിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേമറിക് ഇഞ്ചി ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അതിൽ ലൈം സ്ക്വീസ് ചെയ്ത് കഴിക്കും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ലിറ്റർ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഒരു 2 മുട്ടയോ 3 മുട്ടയോ ഞാൻ ഉറപ്പായിട്ടും ഞാൻ കഴിക്കും. ആ മുട്ട അതിൻ്റെ കൂടെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതും കുറച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പം ഇഡ്ഡലിയൊക്കെയാണെങ്കിൽ 2 ഇഡ്ഡലി കഴിക്കാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങളൊരു ഫ്രൂട്ട് ബൗളും കൂടെ കഴിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ, ഒരു പേരക്ക ഉണ്ടെങ്കിൽ ആ പേരക്കയും കൂടെ കഴിക്കാം. പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ജ്യൂസ് കുടിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ചിലപ്പോൾ വിശക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തിയ നട്ട്സ് കഴിക്കാം. ആൽമണ്ട്സോ വാൾനട്ടോ അത് കഴിക്കാം, അല്ലെങ്കിൽ പംകിൻ സീഡ്സ് കഴിക്കാം. അത് കഴിഞ്ഞ് ഒരു ലഞ്ച് ആകുമ്പോഴേക്കും നിങ്ങൾ സാധാ കഴിക്കുന്ന ഒരു 100 ഗ്രാം ചോറ്, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കുറച്ചധികം എടുക്കുക, ഒരു വെജിറ്റബിൾ സാലഡ് എടുക്കുക. അതിൻ്റെ കൂടെ പ്രോട്ടീൻ സോഴ്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫിഷ് എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ എടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട തന്നെ വീണ്ടും കഴിക്കാം. ഏതെങ്കിലും പനീർ എടുക്കാം, ടോഫു എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ ഒരു പ്രോട്ടീൻ സോഴ്സും കൂടെ അതിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വൈകിട്ടാകുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് അത് കുറച്ച് എണ്ണയുള്ളൊരു ചമ്മന്തിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. ആൻഡ് രാത്രി ഒരു സാലഡ് ബൗൾ മതി. ഒന്നെങ്കിൽ ചിക്കൻ വെച്ചിട്ട് സാലഡ്സ് ഉണ്ടാക്കാം. റെസിപ്പീസൊക്കെ നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ കിട്ടും. വളരെ വലിയ ഹ്യൂജ് റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡ്സ് ഉണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവക്കാഡോ എഗ് സാലഡ് ഉണ്ടാക്കാം. അതും നല്ലതാണ്, നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടും. അത് കഴിക്കാം. ഇത്ര സിമ്പിളായിട്ട് ഡയറ്റ് ഫോളോ ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ക്രാഷ് ഡയറ്റൊന്നും ചെയ്യാൻ നിൽക്കരുത്. ആവശ്യമില്ലാതെ നമ്മൾ ഒരുമാതിരി വയസ്സായ ലുക്ക് വരും. അതുകൊണ്ട് ക്രാഷ് ഡയറ്റിനൊന്നും പോരുത്. വണ്ണം പെട്ടെന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കല്യാണം വരാൻ പോകുന്ന കുട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇന്റേണൽ പരിപാടികളെല്ലാം ഏകദേശം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എക്സ്റ്റേണലി എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ കുറെ നേരമായി എക്സ്റ്റേണലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര കൺഫ്യൂഷൻ. അതായത് ഞാൻ പറയുന്നത് എനിക്കേ കൺഫ്യൂഷനായിട്ട് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അവസ്ഥ പറയണം. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അധികം ദിവസമൊന്നും എടുക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ, ഞാൻ വെനസ്ഡേക്കുള്ളിൽ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ പാർട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ആൻഡ് നിങ്ങൾ പാർട്ട് 2 വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോ. അപ്പോൾ അത്രയേ ഉള്ളൂ.